കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചേന കിട്ടിയിട്ടുണ്ട്. 3-4 ദിവസമായി സാധനം കിട്ടിയിട്ട്. പെരയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്തോട്ട് എടുത്തിട്ടില്ല. ഇന്നിപ്പോൾ അതെന്തായാലും എടുത്ത് നടാമെന്ന് വിചാരിച്ചു. കാരണം ചേനയ്ക്ക് മുള വന്നു തുടങ്ങി. ഇനിയും നട്ടില്ലെങ്കിൽ ചേന എന്നപ്പരാവും. ഇതെന്തൊരു പെണ്ണാണ്, എന്തുകൊണ്ട് നട്ടില്ല എന്ന് വിചാരിക്കില്ലേ? അപ്പോൾ അങ്ങനെ വിചാരിക്കാൻ നമ്മൾ വിട്ടുകൊടുക്കരുത്. അതുകൊണ്ട് ഇന്ന് എടുത്ത് നടാമെന്ന് വിചാരിച്ചു. കുഴി നിങ്ങൾ കാര്യമാക്കേണ്ട, ചെറുതാണെങ്കിലും നല്ല ഒന്നൊന്നര ചേന തന്നെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് ചാണകപ്പൊടിയും പിന്നെ കുറച്ച് കനകമേലും എന്ന് പറഞ്ഞൊരു വളമുണ്ട്, അതും കൂടി ഇട്ടിട്ട് നമ്മൾ ചേന വെച്ച് കൊടുക്കുന്നുണ്ട്. ചേന ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടാണ് വെച്ചത്. ഭഗവാനെ വലിയ ചേന തന്നെ ഉണ്ടാവണേ, ചെറുതായി പോവല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇതാ ഒരു കഷ്ണം വെച്ചിട്ടുണ്ട്. 3-5 പീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ പീസും നടന്നത് നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും പുറവും എനിക്കും പുറവും. അതുകൊണ്ട് ഞാൻ 2 പീസ് നടന്നത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അടുത്ത കുട്ടിക്കർഷകനായിട്ട് റെഡിയായി നിൽക്കുന്ന എൻ്റെ മകൻ കൂടെയുണ്ട്. അപ്പോൾ അവനാണ് ഇതിന് മുൻപന്തിയിൽ വന്ന് നിൽക്കുന്നത്. നമ്മൾ കുഴിയൊക്കെ കുറിച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾ വന്ന് വെക്കും. ആളുടെ കൈയും കാലും മുഖമൊക്കെ ആകപ്പാടെ ചൊറിഞ്ഞു. കാരണം പുള്ളിക്ക് അറിഞ്ഞൂടായിരുന്നു ഇത് ചൊറിയുന്നുള്ളത്. ഞാനാണെങ്കിൽ ഇത് കുഴി കുഴിക്കണതിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. അവൻ ആ മുറിച്ച പീസിൻ്റെ അടുത്ത് തന്നെ കൈ വെച്ചിട്ട് പുള്ളി ആ സകലം ചൊറിഞ്ഞ് മാന്തി നടക്കുന്നുണ്ട്. അപ്പോൾ ചേന നല്ല വലുതാവട്ടെ.